ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നമ്മുടെ ചാനൽ. അപ്പൊ ഇന്നും പതിവ് പോലെ ഓഫീസിൽ വന്നപ്പോ ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ. അത് പിന്നെ പറയണ്ടല്ലോ അല്ലെ, എന്നും അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ ഇന്ന് ഞാൻ വേഗം ഓടിപ്പോയി ഫ്രഷ് ആയി തിരിച്ചു വന്നപ്പോ കിച്ചണിൽ കയറിയപ്പോ കണ്ടൊരു കാഴ്ചയാണിത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എന്റെ നല്ല ഹസ്ബൻഡ് പാവം എന്തൊക്കെ ചെയ്തു തരുന്നുണ്ടെന്ന്. ഇതൊക്കെ ആലോചിക്കുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയാട്ടോ. നിങ്ങൾ ഈ കാണുന്നതൊന്നുമല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് ഞാനൊന്ന് ചുരുക്കി പറഞ്ഞുതരാം. ഞങ്ങൾ ഇന്ന് ഓഫീസിൽ നിന്ന് വന്നപ്പോൾ അവിടെ ചക്കയിട്ട് വെക്കുന്നുണ്ടായിരുന്നു. ചക്ക കണ്ടപ്പോൾ ഞങ്ങൾക്ക് പിള്ളേർക്ക് ഇഷ്ടമാണല്ലോ എന്ന് കരുതി ഞങ്ങളത് വാങ്ങിച്ചു. അങ്ങനെ ചക്ക വാങ്ങിച്ചപ്പോ തന്നെ ആ ചക്ക വെക്കുന്ന ആള് പറഞ്ഞായിരുന്നു, ഇത് ഇന്നത്തേക്ക് എടുക്കാൻ പറ്റത്തില്ല, 2 ദിവസം കഴിയണം, ചക്ക ഒന്ന് പുളിച്ചിട്ട് മാത്രമേ ഉള്ളൂ എന്ന്. ഓക്കെ എന്നും പറഞ്ഞാണ് ഇത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. പക്ഷെ വെക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചായിരുന്നു, ഇത് ഇപ്പൊ മുറിക്കരുത്, 2 ദിവസം കഴിഞ്ഞിട്ട് മുറിക്കാന്ന്. അതും പറഞ്ഞാണ് ഞാൻ മേളിലേക്ക് കയറിപ്പോയത്. തിരിച്ചു വന്നപ്പോ കണ്ട കാഴ്ചയാണിത്. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അല്ലെ എന്താ സംഭവം എന്ന്. പുള്ളി പറഞ്ഞതുപോലെ തന്നെ ചക്ക പച്ചയായിരുന്നു കേട്ടോ. ജസ്റ്റ് പുളിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ആ കളറൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. അത് പച്ചച്ചക്ക തന്നെ ആയിരുന്നു കേട്ടോ. ഇനി ആരും പൊങ്കാല ഇടാൻ വരരുത്, ഹസ്ബൻഡിനെ കൊണ്ട് പണി എടുപ്പിച്ചിട്ട് ഞാൻ നോക്കി നിന്ന് വീഡിയോ എടുത്തെന്ന് കേട്ടോ. കുട്ടികൾക്ക് ഇഷ്ടമായതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാന്ന് വിചാരിച്ച് മുറിച്ചു നോക്കിയതാണ്, പാവം കേട്ടോ. എന്നാണെങ്കിലും അത് പച്ചച്ചക്ക തന്നെ ആയിരുന്നു. സോറി ഫ്രണ്ട്സ്, ഞാൻ എന്റെ വിഷയത്തിൽ തന്നെ. അപ്പൊ നമ്മളെവിടെയാ പറഞ്ഞു നിർത്തിയത്? എനിക്ക് വിശക്കുന്നു, അത് തന്നെ. അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് ഒരു ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു സാധനമാട്ടോ. അത് എന്ത് പേര് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല, ഞാൻ അതിനെ ഒന്നും പറയാറില്ല. വേണമെങ്കിൽ നമുക്കതിനെ ബ്രെഡ് മുട്ടമുക്കി പൊരിച്ചതെന്ന് പറയാം. വളരെ സിമ്പിൾ ആയിട്ട് 5 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. നമുക്ക് നോക്കിയാലോ എങ്ങനെയാണെന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു സവാളയും പച്ചമുളകും കൂടി നല്ലതുപോലെ ഒന്ന് ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്, ഒരല്പം ഉപ്പും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഫോർക്ക് കൊണ്ടാണ് കേട്ടോ ബീറ്റ് ചെയ്യുന്നത്. എനിക്ക് ബീറ്ററിനേക്കാളും ഇഷ്ടം ഫോർക്ക് തന്നെയാണ്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കാം. പാൻ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ബട്ടർ ആണ് ഇതിൽ വേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് ബട്ടർ ഇഷ്ടമാണ്, പക്ഷെ ഇതിൽ ബട്ടർ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ബട്ടർ ആഡ് ചെയ്യുന്നില്ല. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ മുട്ടയിലേക്ക് നമുക്ക് ബ്രെഡ് എടുത്ത് ഓരോന്നോരോന്നായിട്ട് അപ്പുറവും ഇപ്പുറവും തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കൊന്ന് മുക്കിയെടുത്തിട്ട് അത് ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒരല്പസമയം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഈ സൈഡും നമുക്ക് മൊരിഞ്ഞു കഴിയുമ്പോൾ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ ഞാൻ ഒരു 5-6 ബ്രെഡ് ഇവിടെ ഇങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട്. മാക്സിമം ഞാൻ എല്ലാ ഫുഡും വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിക്കാനാണ് ശ്രദ്ധിക്കാറ്. അതിന് വലിയൊരു കാരണമുണ്ട്, അത് നമുക്ക് വരും വീഡിയോസിൽ അറിയാം. അങ്ങനെ ഞാൻ ഒരു ചായയും കൂടി കുടിച്ച് എന്റെ ഈവനിങ് അങ്ങനെ കളറാക്കി. ഞാനൊരു 7:30-8 ഫുഡ് കഴിക്കും കേട്ടോ. അപ്പോൾ ഞാൻ സിസ്റ്റർ മാത്രമാണ് ഇവിടെ ചോറ് കഴിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കഴിച്ചു. നല്ല മാമ്പഴ പുളിശ്ശേരിയും നല്ല മീൻകറിയും ഒക്കെ ഉണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ കൂട്ടുകാരെ. താങ്ക് യു.